ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ ഇന്നായിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള മ്യൂസിയത്താണ് കേട്ടോ. അപ്പൊ നമ്മുടെ ട്രാവലിംഗ് വ്ളോഗിന്റെ ഫസ്റ്റ് എപ്പിസോഡാണിത്. നമ്മൾ ഫസ്റ്റ് കവർ ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള മ്യൂസിയം ആണ്. അപ്പോൾ ഇന്ന് അത് കവർ ചെയ്യാൻ വേണ്ടി ഞാനിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരം മ്യൂസിയത്താണ് കേട്ടോ. അപ്പൊ ഇപ്പൊ നിൽക്കുന്നത് നേപ്പേരി മ്യൂസിയത്തിന്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ തിരുവനന്തപുരം സൂ എന്താണ്, അതിന്റെ അകത്തുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അതിന്റെ അകത്തുള്ള ടിക്കറ്റ് വിവരങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ആരും സ്കിപ്പ് അടിക്കാതെ ഫുള്ളായിട്ട് കാണുക. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. 2026 നമ്മുടെ സൂ എങ്ങനെയായിരിക്കും കാണാനുള്ളതെന്ന് നിങ്ങൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ കാഴ്ചകളിലോട്ട് പോയിട്ട് വരാം. ശരിക്കും മ്യൂസിയത്തിൽ എന്തെങ്കിലും കാണാനുണ്ടോ? എന്തൊക്കെയാണ് ഇപ്പോൾ കാണാനുള്ളത് എന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിച്ചേ? എന്നാ ഇതൊന്ന് കണ്ടു നോക്കേ. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം മ്യൂസിയം പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മൾ 2020 മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ പലരും പല സമയങ്ങളിൽ ഓരോന്നാണ് പറയുന്നത്. എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ 2020 പറയും, അയ്യോ മ്യൂസിയത്തിൽ വന്ന വെറുതെയാണ്, കുറച്ച് മൃഗങ്ങൾ മാത്രമേ കാണാനുള്ളൂ. പക്ഷെ 2021 വന്നാൽ പറയും, അയ്യോ 2020 കാട്ടി ഒരുപാട് ഇപ്പൊ കാണാനുണ്ടെന്ന്. പക്ഷേ നമുക്ക് ഇന്ന് കാണാൻ പോകുന്നത് 2026 നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനമായ തിരുവനന്തപുരം മ്യൂസിയം ഈ 2026 എന്തൊക്കെ കാണാനുണ്ടെന്നാണ്. നമ്മൾ ഗേറ്റിന്റെ അകത്തോട്ട് കിടക്കുമ്പോൾ ആദ്യം കാണാൻ കഴിയുന്നത് ടിക്കറ്റ് കൗണ്ടറാണ്. എന്തിന്റെ? വാഹനങ്ങളുടെ ടിക്കറ്റ് കൗണ്ടറാണ്. അതിന്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് കുറച്ച് മേപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എന്തൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്, അതുപോലെ തന്നെ കുറച്ച് നോട്ടീസും കാര്യങ്ങളൊക്കെ. ഈ നോട്ടീസ് എന്ന് പറയുമ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ പ്ലാസ്റ്റിക്, അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. പ്ലാസ്റ്റിക് ഉപയോഗം കർശനമായി നിരോധിച്ചിരിക്കുന്നു, അതിനെക്കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ പിഴകളെ കുറിച്ചുമാണ് കേട്ടോ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ആരെ കോൺടാക്ട് ചെയ്യണം, അതിനുള്ള എല്ലാ നമ്പരും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ മൃഗശാല ടിക്കറ്റ് കൗണ്ടറിലോട്ടാണ്. നമ്മൾ ഈ കാണുന്ന വഴിയിൽ കൂടെ പോയാൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം. അതിനു മുമ്പ് തൊട്ട് ഇപ്പുറത്ത് ഒരു സംഭവം ഉണ്ട്, അതും കൂടെ കാണിച്ചു തന്നിട്ട് പോവാം. നമ്മൾ കയറി വരുമ്പോൾ തന്നെ എന്ത് മനോഹരമായ ഒരു വെള്ളച്ചാട്ടം അല്ലേ. എന്തുകൊണ്ടും നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ ഫോട്ടോയൊക്കെ എടുത്ത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു കിടക്കാച്ചി സംഭവമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഗാർഡൻ ഓഫീസ് ഉണ്ട്, അതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ടതാണ് ഈ കാണുന്ന മേപ്പ്. ഈ മേപ്പ് നമ്മൾ പോകുന്ന പലയിടത്തും പല കോണുകളിൽ നമുക്കിത് കാണാൻ കഴിയും. നമ്മുടെ തിരുവനന്തപുരം മ്യൂസിയം എന്ന് പറയുന്നത് എന്തുകൊണ്ടും കുറച്ച് കാണാൻ പറ്റുന്നല്ല കേട്ടോ. എന്തുകൊണ്ടും നല്ല വിശാലമായ സ്ഥലവും അതുപോലെ തന്നെ നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും എല്ലാം ഒത്തൊരുമിച്ച് നല്ല എൻജോയ്മെന്റ് ആയിട്ട് വന്ന് പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് തിരുവനന്തപുരം മ്യൂസിയം. വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ട എല്ലാ സൗകര്യങ്ങളും അകത്ത് തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ പ്രധാന ഘടകമായ നമുക്ക് സൂ കാണാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി ടിക്കറ്റ് എടുത്താലേ അകത്തോട്ട് വിടത്തുള്ളൂ. അപ്പൊ നമുക്ക് നേരെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തോട്ട് പോയിട്ട് വരാം. നമ്മൾ എവിടെ പോയാലും ക്യൂ നിൽക്കുന്നത് പോലെ ഇവിടെയും ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിന്നാൽ മാത്രമേ ടിക്കറ്റ് എടുത്തുള്ളൂ കേട്ടോ. എന്തുകൊണ്ടും ഞാനും അങ്ങനെ ക്യൂ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ക്യാമറയെ കുറിച്ചും അതുപോലെ കുറച്ച് കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ടിക്കറ്റ് കാര്യങ്ങൾ എല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ കയറി വരുമ്പോൾ തന്നെ തൊട്ട് മുകളിലോട്ട് നോക്കിയാൽ മതി. അല്ലാത്ത പക്ഷം നിങ്ങൾ സൈഡിലോട്ട് നോക്കിയാലും അവിടെയും കാണാൻ കഴിയും മൃഗശാല ടിക്കറ്റ് നിരക്കുകൾ. മുതിർന്നവർക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ ക്യാമറ കൊണ്ടുവരുന്ന എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ റേറ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ മൃഗശാലയ്ക്കകത്താണ് കേട്ടോ. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതും കൂടെ കാണിച്ചു തന്നിട്ട് നമുക്ക് നേരെ അകത്തോട്ട് പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. ഇവിടെ കുറച്ച് മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇൻഫർമേഷൻ സെന്റർ, ക്ലോക്ക് റൂം, അതുപോലെ തന്നെ ടിക്കറ്റ് കൗണ്ടർ, എല്ലാത്തിന്റെയും എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ നേരെ പോകുന്നത് സൂവിന്റെ അകത്തോട്ടാണ്. അതിനു മുമ്പ് തന്നെ നമ്മൾ ഈ നേരെ പോകുന്നതിന്റെ വലത്തെ സൈഡിലാണ് നമ്മുടെ ക്ലോക്ക് റൂം വരുന്നത്. അവിടെ പോയിട്ട് നമ്മുടെ സാധനങ്ങൾ എല്ലാം, ബാഗും എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് വെക്കാണ്ട് എല്ലാം അവിടെ വെച്ചിട്ട് നമുക്ക് വിശാലമായിട്ട് സൂവിന്റെ അകത്ത് പോയിട്ടുള്ള കാഴ്ചകൾ കാണാം. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഗേറ്റ് എടുത്തൊരു സെക്യൂരിറ്റി ഉണ്ട്. നമ്മളെടുത്ത ടിക്കറ്റ് സെക്യൂരിറ്റി കൊടുത്താൽ മാത്രമേ അകത്തോട്ട് വിടത്തുള്ളൂ. അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കയറി പൊയ്ക്കോടാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിപ്പോൾ നേരെ പോകുന്നത് നമ്മുടെ മൃഗങ്ങളെ കാണാൻ വേണ്ടിയാണ് കേട്ടോ. ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് കുരങ്ങനാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ വേറെ എന്തോ കൊണ്ടെന്ന് പറയും. നമുക്ക് എന്തായാലും നോക്കി നോക്കാം.
അങ്ങനെ ആദ്യം നോക്കിയ കൂട് എന്തുകൊണ്ടും വിഷമിപ്പിച്ചില്ല കേട്ടോ, എന്തുകൊണ്ടും സന്തോഷമാണ്. കാരണം ആദ്യം നോക്കിയ കൂട്ടിൽ തന്നെ ദാണ്ട കിടക്കുന്നവർ കുരങ്ങ് എന്തുകൊണ്ടും കിടക്കാഴ്ചയല്ലേ. അപ്പോൾ എന്തുകൊണ്ടും വരുന്നവർ പ്രതീക്ഷ തെറ്റിക്കണ്ട, എന്തുകൊണ്ടും ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടെന്നാണ് വിശ്വാസം. നമുക്ക് അടുത്ത് എന്താണെന്ന് നോക്കിയിട്ട് വരാം. ആദ്യം കണ്ടത് കുരങ്ങൻ ചെറുതാണെങ്കിലും പക്ഷെ രണ്ടാമത് കിടക്കുന്നത് എടുക്കാച്ച സാധനം കേട്ടോ. എന്ന് പറയുമ്പോൾ നമ്മുടെ കുരങ്ങൻ എങ്ങോട്ടാണോ ഇരിക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് നോക്കിയാൽ യവനെ കാണാം. യവൻ ഒറ്റയ്ക്കല്ല കേട്ടാ, യവന്റെ കൂടെ വേറെ 2 പേരുണ്ട്. അങ്ങനെ മൊത്തം 3 പേരാണ് ഈ കൂട്ടിലുള്ളത്. നിങ്ങൾ അങ്ങനെ കാഴ്ചകളെ കണ്ട് നടന്ന് ക്ഷീണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാനുള്ള വിശ്രമ കേന്ദ്രങ്ങളുമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നടന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് നടന്നു പോകേണ്ട ആവശ്യമില്ല. ഈ കാണുന്നത് പോലെ ഇവര് പോകുന്നത് പോലെ ഈ വേനിൽ കയറി അങ്ങ് പോവാം. ഇതെന്ന് പറയുമ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ മൃഗങ്ങളുള്ളിടത്തെല്ലാം നിർത്തി എല്ലാം കാണിച്ചു തന്നിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത് കേട്ടോ. അങ്ങനെ കുരങ്ങനെയെല്ലാം കണ്ടിട്ട് നമ്മൾ പോകുന്നത് പക്ഷികളുടെ അടുത്തോട്ടാണ് കേട്ടോ. അങ്ങനെ ഒരു കൂട്ടില് നല്ല അടിപൊളി ആൾ കിടപ്പുണ്ട്. അടുത്ത് പോകുന്ന കൂട്ടി നോക്കിയപ്പോഴോ എല്ലാ കൂടും ഒഴിഞ്ഞു കിടക്കുന്നു. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്ത് പറ്റിയെന്ന് കേട്ടോ, പറഞ്ഞു ഇവിടെ പണി നടക്കുകയാണെന്ന്. എന്തായാലും വന്നതുകൊണ്ട് വെറുതെ ആയില്ലെന്നാണ് കേട്ടോ വിശ്വാസം. കാരണം ചില കൂട് ഒഴിഞ്ഞു കിടക്കുന്നു, ചില കൂട്ടില് കിളികളും മൃഗങ്ങളും എല്ലാം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സ്ഥലത്തും മേപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ, എങ്ങോട്ട് പോകണം ഏത് വഴി പോകണമെന്ന്. അടുത്ത് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് കേട്ട് കഴിഞ്ഞാൽ കുരങ്ങന്റെ അടുത്താണ് കേട്ടോ. വീണ്ടും ഒരു കൂട്ടിൽ കുരങ്ങ് കിടപ്പുണ്ട്. അതുകൊണ്ട് അങ്ങിരിക്കുന്ന ഒരു കുരങ്ങ ഒന്നല്ല 2 പേരുണ്ട് കേട്ടാ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചു വേണം, നിങ്ങൾ എവിടെ പോയാലും CCTVയുടെ നിരീക്ഷണത്തിലാണെന്നും കൂടെ ഒരു ഓർമ്മ വേണേ. നമ്മൾ അങ്ങനെ അടുത്ത് പോകുന്നത് വെള്ളിമൂങ്ങയുടെ അടുത്താണ് കേട്ടോ. ഞാൻ പറ്റുന്നത് പോലെ കാണിച്ചു തരാം. എന്റെ ഫോണിന്റെ ക്ലിയർ അനുസരിച്ചിരിക്കും ഇന്നത്തെ വീഡിയോ പോകുന്നത്. ഇവിടെ വലിയ കഴുകന്മാരുണ്ട് കേട്ടോ, ഹിമാലയൻ കഴുകൻ എന്നൊക്കെയാണ് പറയുന്നത്. ദോണ്ട അങ്ങ് മുകളിൽ ഒരുത്തനിരിക്കുന്നു, ഒരുത്തൻ അപ്പുറത്തെ സൈഡിലിരിക്കുന്നു. ഇവനെ കറക്റ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. ഇവനാണ് നമ്മുടെ താരം കേട്ടോ. എന്തുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇരുന്നപ്പോ നല്ല അടിപൊളിയായിട്ട് പോസ്റ്റൊക്കെ ചെയ്ത് നമുക്ക് ഒരു സന്തോഷിപ്പിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇവനെ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചും കൂടെ സപ്പോർട്ട് ചെയ്യാം. ഇനി ഈ കാണിച്ചു തരുന്ന പേരെല്ലാം ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കണേ. കാരണമുണ്ട്, ഇന്ന് നമ്മൾ പോകുന്ന കൂട്ടില് യവന്മാര് എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. എന്തുകൊണ്ടും അതിമനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ. എല്ലാവരും ഒത്തൊരുമിച്ച് ഇവിടെ വന്ന് വെള്ളത്തിൽ കളിക്കുന്നു, അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നു. എന്തുകൊണ്ടും നല്ല കാഴ്ചകളാണ്. എന്നെ കൊണ്ട് പറ്റുന്ന പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം വീഡിയോ ക്ലിയർ കുറവാണെന്ന് അറിയാം, എല്ലാവരും ക്ഷമിക്കുക. നമ്മൾ അടുത്ത് പോകുന്നത് നീർനായരുടെ അടുത്താണ് കേട്ടോ. എന്റെ അവന്മാരിടന്ന് അടിച്ചു പൊളിച്ച് കളിച്ച് കുളിക്കുന്നുണ്ടോ, എന്തുകൊണ്ട് സന്തോഷം ഇതൊക്കെ കാണുമ്പോൾ. ഇവിടെ നിങ്ങൾ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഇവനെ നിങ്ങൾ കണ്ടുണ്ടായിരിക്കും. അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് കിടക്കും. അത് അറിയാവുന്ന ഒരു വീഡിയോക്ക് ഒന്ന് കമന്റ് ഇടണേ. കണ്ട അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് കിടക്കും. ഈ വീഡിയോക്ക് ഇത് സ്റ്റോപ്പ് ചെയ്താടാന്ന് പറഞ്ഞാൽ പോലും അവൻ സ്റ്റോപ്പ് ചെയ്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് കാര്യം ചെയ്യത്തുള്ളൂ. ഈ കാണുന്ന കിളികളുടെ കൂട്ടി പോയപ്പോഴോ ഒരു കിളികളെ പോലും നേരെ കാണാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം കൊണ്ട് നമ്മൾ നേരിട്ട് പോകുമ്പോൾ ചെറുതായിട്ട് കാണാൻ പറ്റും. നമ്മുടെ വീഡിയോ എടുക്കുന്നത് കാരണം ഗ്ലാസ് ഇട്ടിരിക്കുന്നതുകൊണ്ട് കറക്റ്റ് കിട്ടത്തില്ല. അല്ല ഞാൻ ഏതൊക്കെ ഉണ്ടെന്ന് ഫോട്ടോ വെച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യമായി തന്നെ കാണാൻ കഴിയുന്നത് ഒരു നക്ഷത്രാമയിൽ കൂടാണ് കേട്ടോ. അത് കഴിഞ്ഞ് വെള്ളിക്കോഴി, പിന്നെ നമ്മളൊരു പീജിയനാണ് കേട്ടോ. ഒരു വെറൈറ്റി ആണെന്നാ പറയുന്നത്. പിന്നെ ഒരുപാട് ഐറ്റം കിളികളുണ്ട്, ആമസോൺ തത്ത, സുവർണക്കോഴി, അങ്ങനെ ഒരുപാട് കേട്ടോ. അങ്ങനെ വീഡിയോ എടുത്തു നിന്നപ്പോ ഒരുപാട് കാക്കകളുടെയും ഒരുപാട് വവ്വാലുകളുടെയും കൂട്ടം, എന്തുകൊണ്ടും മനോഹരം. അങ്ങനെ നമ്മുടെ യാത്രകൾ ഒരിക്കലും തീരുന്നില്ല കേട്ടോ. യാത്രകൾ തുടരുന്നതേ ഉള്ളൂ. നമ്മൾ ഇന്ന് നേരെ പോകുന്നത് നമ്മുടെ കാട്ടിലെ രാജാവ് ആരാണ് അറിയാന്നുള്ളവരൊന്ന് വീഡിയോക്ക് ഒന്ന് കമന്റ് ഇടുക. ദാണ്ട കിടക്കണ ആരാണെന്ന് അറിയാമോ, അറിയാന്നുള്ളത് കമന്റ് ഇട്ടാൽ മതി കേട്ടോ. എന്തായാലും ഞാൻ പേര് പറയുന്നില്ല. നമ്മൾ വന്നപ്പോ ആദ്യമായിട്ടാണ് ഇവനെ കാണുന്നത് കേട്ടോ. ഇതുവരെ നമ്മൾ സൂവിൽ വന്നിട്ടുണ്ടെങ്കിലും ഇവനെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഇന്ന് അതിന്റെ ഭാഗ്യം ഉണ്ടായി. അത് കഴിഞ്ഞ് വരുമ്പോ അടുത്ത കൂട്ടില് യമു കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എടുത്തോണ്ടാണെന്ന് അറിയത്തില്ല കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് അവന്മാർ നൈസാ കൂട്ടിലും കയറി പോയെന്നേ. നമ്മളല്ലെങ്കിൽ വരുമ്പോ എപ്പോഴും വെള്ളത്തിൽ കിടക്കുന്ന ഒരു സാധനമാണ് കേട്ടോ, ഹിപ്പോപ്പൊട്ടാമസ്. അറിയാമോ ഇവനെ? നമ്മൾ ഇന്ന് വന്നപ്പോഴോ ദോണ്ട കരയിലിരിക്കുന്നു, ഒരുപാട് പേരങ്ങനെ വീഡിയോ എടുക്കുന്നു. എന്തുകൊണ്ടും അതും സന്തോഷമായി കേട്ടോ. ഇതുവരെ നമ്മൾ വരുമ്പോ എപ്പോഴും വെള്ളത്തിൽ കിടക്കുന്നവനെ ഇന്നൊരു കരയെ കണ്ടത് ഭാഗ്യമല്ലേ. നമ്മൾ വീണ്ടും പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് മേപ്പുകൾ കാണാൻ കേട്ടോ. നമ്മൾ അടുത്ത് പോകുന്നത് വെറൈറ്റി മാനുകളുള്ള സ്ഥലത്തോട്ടാണ് കേട്ടോ. നിങ്ങൾ ഇവിടെ വരുമ്പോ നിങ്ങൾക്ക് ഒരുപാട് കൂടുകളിൽ വെറൈറ്റി മാനുകളെ കാണാൻ കഴിയും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വന്നപ്പോൾ സ്പോട്ട് ചെയ്തതാണ് കൃഷ്ണമൃഗം എന്ന് പറയുന്ന ഒരു മാന്. അതിന്റെ കൂട്ടത്തോ വേറെ ഒരുത്തോ ഒളിച്ചു കിടക്കുന്നവൻ അറിയാവോ. അതുപോലെ തന്നെ ഇവിടെ ഒട്ടനവധി ആളുകളാണ് കേട്ടോ ഇവിടെ കാണുവാനും അതുപോലത്തെ ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കാനൊക്കെ ഇഷ്ടം പോലെ പേര് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അടുത്ത് കാണുന്നതാണ് ബ്രൗൺ റിയ എന്ന് പറയുന്ന അടുത്തൊരു പക്ഷി കേട്ടോ. നമ്മുടെ യാത്രകൾ അത് ഒരിക്കലും തീരുന്നതല്ല കേട്ടോ. നമ്മൾ ഇന്ന് മ്യൂസിയത്തിൽ വന്നെങ്കിൽ നാളെ നമ്മൾ പോകുന്നത് മറ്റൊരു സ്ഥലത്തോട്ടായിരിക്കും. അപ്പൊ ആ വീഡിയോകളൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിലേ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. നമ്മൾ അങ്ങനെ അടുത്ത് പോകുന്നത് പന്നിമാനെ കാണാനാണ് കേട്ടോ. നിങ്ങൾ ഈ കൂട്ടിന്റെ അകത്ത് ദാണ്ട കിടക്കുന്നതാണ് പന്നിമാൻ. ഇവനെ എന്തുകൊണ്ടാണ് പന്നിമാൻ എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. അറിയാന്നുള്ളവരതുകൊണ്ടൊന്ന് കമന്റ് ഇട്ടേക്ക്. നിങ്ങൾ കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇവിടെ വന്ന കാണാന്നേ. ഞാൻ അങ്ങനെ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴേ എന്റെ തൊട്ട് താഴെ തന്നെ ഉണ്ടായിരുന്നു. കണ്ടോ നിൽക്കുന്നത്. എന്തുകൊണ്ടും അടിപൊളി തന്നെയാണ് ഇവനെ കാണാൻ.
കാണാൻ. നിങ്ങൾ അങ്ങനെ നടന്ന് ക്ഷീണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കുടിവെള്ളമുണ്ട്, പ്രഥമ ശുശ്രൂഷയുണ്ട്, അതുപോലെ തന്നെ ലഘു ഭക്ഷണശാലയുണ്ട് കേട്ടോ. ഇത് കാണുന്നതാണ് ഇവിടുത്തെ ക്യാൻറ്റീൻ. ഇനി നമുക്ക് ഈ ഫോട്ടോയിൽ കാണുന്ന യവന്മാരെ കാണാൻ പോയാലോ? ആരെയൊക്കെ വൈറ്റ് ടൈഗർ ലയൺ അങ്ങനെ പറയുന്ന കുറെ സംഭവങ്ങളുണ്ടല്ലോ. നമ്മൾ അങ്ങനെ അവന്മാരാണ് കേട്ടോ ആദ്യം കാണാൻ പോകുന്നത്. ഒരുത്തൻ തോകൊണ്ട് ഒളിച്ചു നോക്കണം, ഒരുത്തൻ കിടന്നും കൊണ്ട് നോക്കണമെങ്കിൽ ഒരുത്തൻ നടന്നും കൊണ്ട് നോക്കുന്നു. എന്താ അല്ലേ? പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ആരും വരണമെങ്കിൽ എന്നെ പോലെ മണ്ടത്തരം കാണിച്ച് ഉച്ചയ്ക്കൊന്നും കയറി വരല്ലേ കേട്ടോ. യവന്മാരെല്ലാം കഴിച്ചും കൊണ്ട് സുഖം ഉറങ്ങുന്ന എന്ന് വെച്ചാൽ ദോണ്ടായിരിക്കുന്നു. ഒരുത്തൻ പിന്നെ ഇരുന്നെങ്കിലും ഉറങ്ങണമെന്ന് പറയാം. പിന്നെ ബാക്കി കൂടുതൽ പോയപ്പോഴേ ഒരുത്തന്മാര് എണീറ്റ് പോലെ നിൽക്കുന്നില്ല, സുഖ ഉറക്കം. ഞാൻ അവന്മാരിവിടെ കാണിച്ചു തരാം. നമ്മളൊരു പാട്ട് പാടി കൊടുത്താൽ ഇതിനും അപ്പുറമായിട്ട് അവന്മാർ ഉറങ്ങും കേട്ടോ. പക്ഷെ ഈ കാണുന്ന എല്ലാ കൂടുകളിലും പുലിയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവന്മാർ എന്തായാലും കറക്റ്റ് കാണാം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഒട്ടനവധി വലിയ കിളികളെ കാണാൻ പറ്റും കേട്ടോ. ഈ കാണുന്ന പേരുകളെല്ലാം ഒന്ന് ഓർത്ത് വെച്ചോണം. എന്നിട്ട് ഇവിടെ അടുത്ത് വരുമ്പോൾ ഇവന്മാരെല്ലാം ഇവിടെ ഉണ്ടാകുന്ന കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണേ. നമ്മളങ്ങനെ അടുത്ത് പോകുന്നത് ഒരു ബട്ടർഫ്ലൈ പാർക്കാണ്. എന്ന് പറഞ്ഞാൽ ചിത്രശലഭ പാർക്ക്. നമ്മൾ ഇവിടെ ഈ കാണുന്ന പോസ്റ്ററിലുള്ള എല്ലാ തരം നമ്മുടെ ചിത്രശലഭങ്ങളും ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് രണ്ടെണ്ണം അതുവഴിയൊക്കെ പോകുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ വരുമ്പോൾ ഒട്ടനവധി കാണാൻ പറ്റുമെങ്കിൽ നമ്മൾ ഈ വീഡിയോ നിങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണേ. നമ്മൾ അങ്ങനെ അടുത്ത് വന്നപ്പോൾ കണ്ടതാണ് ഈ കാണുന്ന ഒരു അടിപൊളി സാധനത്തിനെ. നമ്മൾ ഇങ്ങനെ അടുത്ത് വന്നപ്പോഴേ വാ തുറന്ന് അയ്യോ അയ്യോ എന്നൊക്കെ വിളിക്കാനേട്ടാ. പക്ഷെ നമ്മൾ വെറുതെ വിടുമോ? നമ്മൾ നമ്മുടെ ക്യാമറ സ്റ്റിക്ക് നേരെ അതിന്റെ അടുത്തോട്ട് അടുപ്പിച്ചപ്പോഴോ പിന്നെ അതിന്റെ വിളി നിർത്താൻ പറ്റാത്ത വിളിയാണ് കേട്ടാ. എന്താണ് ആ വിളി കേൾപ്പിക്കാത്തതെന്ന് കേട്ട് കഴിഞ്ഞാൽ ലെങ്ത് ആയി പോകും. അതുകൊണ്ടാണ് കേട്ടോ. ഇന്ന് നമ്മൾ നേരെ പോകുന്നത് ഉരകങ്ങൾ എന്ന് പറയുന്ന റെപ്റ്റൈൽസിനെ കാണാനാണ്. എന്ന് പറയുമ്പോൾ പാമ്പിനെ കാണാൻ വേണ്ടിയാണ് കേട്ടാ. ഇതിന്റെ അകത്തോട്ട് കയറുമ്പോൾ പലർക്കും പേടി കാണും. ഇതാണ് നിങ്ങൾ ഇപ്പൊ ഇവിടെ കാണുന്നത്. ഒരാൾ അകത്തോട്ട് പോകുന്നു, ഒരാൾ പുറത്തോട്ട് ഇടുന്നു. കുറെ പേർക്ക് പേടിയുണ്ട് കേട്ടോ. എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇരുട്ടത്തൊക്കെ പോയി നിന്നൊരു പാമ്പൊക്കെ വന്ന പേടിയില്ല. നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ഇങ്ങനത്തെ ഒരു ഇരുട്ടാണ് കേട്ടാ. പിന്നെ ചെറിയ വെളിച്ചങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. നമ്മൾ ഇന്ന് നേരെ പോകുന്നത് പാമ്പിനെ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ അങ്ങനെ ഓരോ പാമ്പിനെ കാണാൻ പോകണം കേട്ടാ. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഇവിടെ വന്നിട്ട് അമ്മച്ചിയെ പാമ്പേ പാമ്പേ എന്ന് മാത്രം കിടന്ന് വിളിക്കല്ലേ, ലാസ്റ്റ് ആളെല്ലാം കൂടെ ഓട്ടിച്ചു വിടും. അങ്ങനെ നമ്മൾ ഓരോ പാമ്പിനെ വിധം കാണിച്ചു തരാണ്ട് നിങ്ങൾ പയ്യെ നിങ്ങൾ കണ്ടോണം. മൂർഖനുണ്ട്, അതുപോലെ തന്നെ പെരുമ്പാമ്പുണ്ട്, ഗ്രീൻ അനാക്കൊണ്ട ഉണ്ട്, ചേരയുണ്ട്, അങ്ങനെ പിന്നെ ഒരുപാടുണ്ട്. പിന്നെ ആമയുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ വന്നാൽ കാണാൻ വേണ്ടി. പിന്നെ കാട്ടുപാമ്പ് എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ സാധനമുണ്ട്. പക്ഷെ എല്ലാം ഒളിച്ചൊക്കെ കിടക്കുന്നത് കൊണ്ട് നമുക്കങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അതുപോലെ നക്ഷത്രമാകുമ്പോൾ അതുകൊണ്ട് അങ്ങ് അറ്റത്ത് നിൽക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ഫോണിലും ക്ലിയർ കുറവായത് കൊണ്ടാണ് ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഈ മണലൂലി പാമ്പ് ദോ കല്ലിൻ്റെ ബാക്കിൽ കിടപ്പുണ്ട് കേട്ടോ. ഇനിയാണ് ഇത് കിടക്കുന്ന പെരുമ്പാമ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദോ ആ കാണുന്ന ഒരു തടിയിലടി കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് ചേര, അതും പിന്നെ പറയേണ്ട ആവശ്യം, നമ്മുടെ വീടുകളിലെല്ലാം ഉള്ള സാധനമാണല്ലോ. എന്തുകൊണ്ട് ഇവിടെ നെഗറ്റീവ് എന്ന് പറയുന്നത്, നമ്മൾ പണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രായത്തിൽ വന്നപ്പോൾ എല്ലാ കൂട്ടിലും പാമ്പുണ്ട്, എല്ലാം നല്ല കാണാൻ ഭംഗിയായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ പാമ്പ് കുറവാണ്. പക്ഷെ ഈ കിടക്കുന്ന ഒരു സാധനം എന്തുകൊണ്ടും കിടക്കാച്ചാണ് കേട്ടോ. എൻ്റെ തീയമ അതിൻ്റെ സൈസ് കണ്ടോ നിങ്ങൾ? അതിൻ്റെ അനാക്കൊണ്ടെന്ന് എന്തിനാണ് അതിനെ പറയണം, ഗ്രീൻ അനാക്കൊണ്ടെന്ന്. എൻ്റെ ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഇതിനെ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് കാണണം കേട്ടോ. നമ്മളിനി അടുത്ത് കാണുന്നതാണ് ഈ കാണുന്ന രാജവെമ്പാല. അതായത് ഇംഗ്ലീഷിലാണ് കിങ് കോബ്ര എന്ന് പറയും. അതിന്റെ സൈസ് നീളമൊക്കെ നിങ്ങൾ കണ്ടല്ലോ. എന്തായാലും നിങ്ങൾ വരുവാണെങ്കിൽ ഇവനെയും കൂടെ ഒന്ന് കാണാൻ കേട്ടോ. അതുപോലെ തന്നെ ഈ കാണുന്ന സ്ഥലത്തും ഒരുപാട് പാമ്പുകളെ വിട്ടിട്ടുണ്ട്. പാമ്പിനെ കണ്ടിറങ്ങിയപ്പോൾ അടിപൊളിയാണ് കേട്ടോ. കുറേ നേരം ചൂടത്ത് നിന്നിട്ട് പാമ്പിൻ്റെ അവിടെ AC ആയിരുന്നു. അപ്പോൾ AC കൊണ്ടുവന്നപ്പോൾ സന്തോഷം. അപ്പോൾ നമുക്കിനി ബാക്കി കാഴ്ചകളിലോട്ട് പോകാം. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വേറെ എന്തൊക്കെ കാണാനുണ്ടെന്ന്. അതുപോലെ തന്നെ ഇവിടെ മയിലുണ്ട്. പക്ഷെ എൻ്റെ ഫോണിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. എന്തായാലും നിങ്ങൾ വരുമ്പോൾ മിസ് ചെയ്യാതെ ഈ മയിലിനെയും കൂടെ കാണുക കേട്ടോ. അതുപോലെ ഇവിടെ കയറാൻ വേണ്ടി ടിക്കറ്റ് വരുന്നത് ഒരാൾക്ക് 40 രൂപയുള്ളൂ കേട്ടോ. എന്നെ പോലത്തെ ഒരാൾക്ക് 40 രൂപയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോഗ്രാഫിക്ക് എല്ലാം സെപ്പറേറ്റ് ആണ് കേട്ടോ. തിങ്കളാഴ്ച അവധിയാണ്, ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം ഓപ്പണിംഗ് ആണ്. അതുപോലെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് വെള്ളം, ആഹാരം കഴിക്കാനുള്ള എല്ലാ കടകളും സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു നേപ്പിയർ മ്യൂസിയം ഉണ്ട്. അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ കുഞ്ഞുമക്കൾ കളിക്കാനുള്ള എല്ലാ പാർക്കുകളും സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്ന വീഡിയോ ഇഷ്ടപ്പെടും നമ്മുടെ ചാനൽ മറക്കാൻ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമായിട്ട് കമന്റായിട്ട് അറിയിച്ചാൽ മതി. മറ്റൊരു കൂടെ ഈ വീഡിയോ അയച്ചു കൊടുക്കണം കേട്ടോ. എങ്കിലും അവർക്ക് മനസ്സിലാകത്തുള്ളൂ ഇപ്പോൾ 2026 എങ്ങനെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.